എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു നിങ്ങൾ? പൈച്ചിട്ട് വയ്യാത്തോണ്ടാണ് ഏട്ടാ. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തോണ്ടാ. എന്താ നിന്റെ പേര്? ആദിത്യൻ. ആദിത്യന്റെ വീട് എവിടെയാ? വീട്ടിലാരൊക്കെയാ ഉള്ളത്? കുറേ ദൂരത്താണ് ഏട്ടാ. വീടായിട്ടൊന്നുമില്ല, ഒരു പീടിയൻ്റെ കോലായ്മല. കുറേ ആയിട്ട് തുറക്കാത്തൊരു പീടിയാ. അവിടെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനുജത്തിയും. അച്ഛൻ വയ്യാണ്ട് കിടക്കുക. അപ്പോ ഇവിടെ എന്തിനാ വന്നത്? ആരെ കാണാനാ? അച്ഛന് വയ്യല്ലോ, പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതാ. അമ്മ പറഞ്ഞ് പൈസ ഇല്ലാത്തതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാനൊന്നും ഇല്ലയെന്ന്. നിങ്ങൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പണി വാങ്ങി തരുമോ? വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യം ഭക്ഷണം കഴിക്കാം. വാ. എന്താ വേണ്ടത്? എന്താ ഉള്ളത്? നെയ്ച്ചോറ്, ബിരിയാണി, സാദാ ചോറ്. ഒരു സാദാ ചോറ്. ചോറ്. എനിക്കൊരു ചായ. ഒരു ചായ. ഓക്കെ ഓക്കെ. ഹലോ. ഹലോ ഡോക്ടർ സാർ, നമസ്കാരം. എവിടെയാണോ പീറ്ററെ താൻ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ തന്നെ കിട്ടില്ലല്ലോ. അത് പിന്നെ സാറേ, ചെറുതായിട്ടൊന്ന് കറങ്ങി. ജീവിക്കണ്ടേ? പിന്നെ ജീവിക്കണം, നന്നായിട്ട് തന്നെ ജീവിക്കാനുള്ളൊരു കോളെത്തിയിട്ടുണ്ട്. എന്താ സാറേ, വല്ല ലോട്ടറി അടിച്ചോ? ആ, നിന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി അടിക്കും. കാരണം നീ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എടോ, ഒരു കേസ് വന്ന് വീണിട്ടുണ്ട്. അല്പം വിലപിടിപ്പുള്ള കേസാ. 1 കോടി ഓഫർ. 1 കോടിയോ? അതേതാ സാറേ ഇത്ര വിലപിടിപ്പുള്ള വസ്തു? ഹാർട്ട്. ഹാർട്ടോ? അല്ല സാർ, ഇത് ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഒരു മകൻ, കോടികളുടെ അവകാശി. 15 വയസ്സേ ഉള്ളൂ. പക്ഷേ ഹാർട്ട് പണി മുടക്കി. കുറച്ച് ക്രിട്ടിക്കലാണ്. എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം, അതേ രക്ഷയുള്ളൂ. സാധാരണ മറ്റവയവങ്ങളെപ്പോലെ സ്വമേധയാ ആർക്കും ദാനം ചെയ്യാവുന്ന ഒന്നല്ലല്ലോ ഇത്. അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിക്കണം. എന്തായാലും മൊത്തത്തിൽ റിസ്കാ. പക്ഷേ അയാൾക്ക് മകന്റെ ജീവൻ രക്ഷിച്ചേ തീരൂ. നടന്നാൽ 15 ലക്ഷമാണ് തനിക്ക് കിട്ടാൻ പോകുന്നത്. 1 കോടി കിട്ടിയിട്ട് എനിക്ക് 15 ലക്ഷം ഉള്ളൂ സാറേ. ഹേടോ, തനിക്കറിയാലോ ഇതൊരു റാക്കറ്റാണെന്ന്. ഏതൊക്കെ ടീമിന് എത്ര എണ്ണത്തിന് പങ്കു കൊടുത്തിട്ടാ ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. തനിക്ക് കിട്ടുന്നത് പോലെ ഒരു സംഖ്യ എനിക്കും കിട്ടും. അല്ല സാറേ, ഇതിനു മുമ്പ് പലരെയും പറ്റിച്ച് ചില്ലറ കാശ് കൊടുത്ത് കിഡ്നിയും ലിവറും ഒക്കെ എടുത്ത് വലിയ സംഖ്യക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്. ഇതിപ്പോ അങ്ങനെ നടക്കില്ലല്ലോ. നടക്കില്ല, അതെനിക്കും അറിയാം. അതുകൊണ്ടല്ലേ ഈ കേസ് തന്നെ ഏൽപ്പിച്ചത്. കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവരല്ലടോ നമ്മൾ. തനിക്കെന്തും ചെയ്യാം, പക്ഷേ എവിടെയും ഒരു പാളിച്ചയും പറ്റരുത്. പറ്റിയ അറിയാലോ, എല്ലാം തകരും. തന്നെ പോലെയല്ല ഞാൻ. എനിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അറിയാം സാർ. എന്തൊക്കെയാ, എങ്ങനെയാ ഇതിന്റെ കാര്യങ്ങൾ? പ്രായം 15നും 18നും ഇടയ്ക്കായാൽ നല്ലത്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആയതുകൊണ്ട് ഡോണറിന്റെ ഗ്രൂപ്പ് പ്രശ്നമല്ല. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി. എങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ താൻ. ബാക്കി എന്നിട്ട് ആലോചിക്കാം. വരുമ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കഴിച്ചോ? ഉം. നിനക്കൊരു ജോലി വേണമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ കുറച്ച് ദൂരെയാണ്. എവിടെയാണെങ്കിലും സാരമില്ല ഏട്ടാ, ഞാൻ പോയിക്കോളാം. എനിക്കൊരു പണി കിട്ടിയാൽ മതി. ഏട്ടന് എനിക്ക് ദൈവത്തിനെ പോലെയാ. പിന്നെ ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. പുതിയത് വാങ്ങാം. ഉം. നമുക്ക് വിട്ടാലോ? ഉം. എനിക്ക് എവിടേക്കാണ്? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. ഇതെന്തിനേട്ടാ നമ്മൾ ഈ ആശുപത്രിയിൽ വന്നേ? ഈ ഹോസ്പിറ്റലാണ് നിനക്ക് ജോലി. ആര് ചോദിച്ചാലും നീ എൻ്റെ അനിയനാണെന്നേ പറയാവൂ. മനസ്സിലായോ? ആ. ഇവിടെ ജോലി തരുന്നതിന് മുമ്പ് നീ പൂർണ്ണ ആരോഗ്യവാനാണോ എന്നറിയാൻ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യണം. പേടിക്കണ്ട. ഹലോ സാർ. എടോ പീറ്ററെ, സക്സസ്. എല്ലാം പെർഫെക്റ്റ്ലി മാച്ചിങ്. തൻ്റെ ഈ പെർഫെക്ഷനാ തന്നെ ഏത് കാര്യം ഏൽപ്പിക്കാനും എനിക്ക് ധൈര്യം തരുന്നത്. ആ പിന്നെ നീ അവനെയും കൂട്ടി തിയേറ്ററിനടുത്തുള്ള റൂമിലേക്ക് വാ. അവിടെ മേശപ്പുറത്തൊരു പെട്ടി കാണും. എന്നെ കാത്തു നിൽക്കണ്ട, അത് നിനക്കുള്ളതാ. വീണ്ടും കാണുന്നത് വരെ ബൈ. ആദിത്യ, നിന്റെ ജോലി ഓക്കെ. MD വിളിച്ചേ. ഇന്ന് തന്നെ നിനക്ക് ജോലിയിൽ കയറാം. നിങ്ങളെനിക്ക് കുറേ പൈസ ചിലവാക്കി, കുറേ കഷ്ടപ്പെട്ട് ഒരു പണി എനിക്ക് വാങ്ങിച്ചു തന്ന്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയൂല. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ സ്നേഹിച്ചില്ല. മറക്കില്ല എൻ്റെ ഏട്ടനെ ഞാൻ. ഞാനും മറക്കില്ല ഒരിക്കലും. നീ വാ. ആദി, നീ ഈ ജ്യൂസ് കഴിക്ക്. ക്ഷീണം കാണും. ജോലി ചെയ്യാനുള്ളതല്ലേ. പണിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കണം. അച്ഛൻ്റെ സൂക്കേടൊക്കെ മാറ്റണം. എൻ്റെ അനിയത്തിനെ എനിക്ക് നന്നായി പഠിപ്പിക്കണം.
പക്ഷേ ആദ്യം ഞാൻ ഏട്ടൻ്റെ കടം വീട്ടും. ഓ ചെക്കൻ സെൻറ്റിമെൻറ്റ്സ് തുടങ്ങി. ഇപ്പം പോയാൽ ഇനി എന്നാ ഏട്ടൻ വരിക? ഞാനിടയ്ക്ക് വരും. എനിക്ക് നിന്നെ കാണണ്ടേ? എനിക്കിത് മതിയേട്ടാ, ഉറക്കം വരുന്ന പോലെ. ഞാൻ കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ. ഇവൻ പോകുന്നത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണെന്ന് എനിക്കല്ലേ അറിയൂ.